1998 മുതൽ 2014 വരെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് 100ഓളം സ്ത്രീകളെ. ധർമ്മസ്ഥലയിൽ മലയാളി യുവതിയുടെ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി ശുചീകരണ തൊഴിലാളി. ബംഗളൂരു വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ 100-ലധികം സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ ധർമ്മസ്ഥലയിൽ മലയാളി യുവതിയുടെ മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി ശുചീകരണ തൊഴിലാളി. 1998-നും 2014-നും ഇടയിൽ കർണാടകയിലെ ധർമ്മസ്ഥലയിലാണ് സംഭവം നടന്നത്. ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ധർമ്മസ്ഥലയിൽ മലയാളി യുവതിയുടെ മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്നുള്ള വെളിപ്പെടുത്തൽ. മൃതദേഹം കുഴിച്ചിട്ടിടത്ത് പാറകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ പരിശോധനയിൽ അസ്ഥികൾ കണ്ടെത്താനായില്ല. അതേസമയം ഭൂപ്രകൃതിയിലുണ്ടായ മാറ്റമാണ് തിരച്ചിലിന് പ്രതികൂലമെന്നും തന്റെ വെളിപ്പെടുത്തൽ ശരിയാണെന്നും ശുചീകരണ തൊഴിലാളി പറഞ്ഞു. പരിശോധനയിൽ ഇതുവരെ 2 സ്പോട്ടുകളിൽ നിന്ന് മാത്രമാണ് അസ്ഥികൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനു പിന്നാലെ സാക്ഷിക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ശക്തമാകുമ്പോഴാണ് കൂടുതൽ വെളിപ്പെടുത്തൽ. മലയാളി യുവതിയുടെ മൃതദേഹം താൻ മറവ് ചെയ്തിട്ടുണ്ട്. ഈ സ്പോട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കാട്ടിക്കൊടുത്തു. എന്നാൽ ഇവിടമാകെ പാറ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മണ്ണിട്ട് നിലംപൊക്കിയിട്ടുമുണ്ട്. ഭൂപ്രകൃതിയിലുണ്ടായ വലിയ മാറ്റം തിരച്ചിലിനെ സാരമായി ബാധിക്കുന്നുണ്ട്. ഞാൻ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞാണ് മടങ്ങിവന്ന അന്വേഷണം ആവശ്യപ്പെട്ടത്. മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന്റെ തെളിവുകളും ഫോട്ടോകളും അദ്ദേഹം പോലീസിന് നൽകി. അദ്ദേഹത്തിനും കുടുംബത്തിനും പോലീസ് സംരക്ഷണം നൽകിയിട്ടുണ്ട്. 2014-ൽ ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം കുടുംബത്തോടൊപ്പം ധർമ്മസ്ഥല വിട്ടിരുന്നു. പശ്ചാത്താപവും ഇരകൾക്ക് നീതി ലഭിക്കാനുള്ള ആഗ്രഹവും കൊണ്ടാണ് താനിതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് അദ്ദേഹം പോലീസിനോട് പറഞ്ഞു. ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ഒരു വനിതാ ജീവനക്കാരിയും ഇത് സംബന്ധിച്ച് മൊഴി നൽകി. തന്റെ ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയുമെന്നും ശുചീകരണ തൊഴിലാളി പറഞ്ഞു. അതേസമയം ധർമ്മസ്ഥലയിൽ 13-ാം നമ്പർ പോയിന്റിൽ ഡ്രോൺ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഏറ്റവും കൂടുതൽ മൃതദേഹം കുഴിച്ചിട്ടെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ സ്ഥലമാണ് 13-ാം നമ്പർ പോയിന്റ്. ഇതിനിടെ ധർമ്മസ്ഥലയിൽ നിന്ന് 1986 ഡിസംബറിൽ കാണാതായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ പത്മലതയുടെ മരണം വീണ്ടും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സഹോദരി നൽകിയ പരാതി പ്രത്യേക അന്വേഷണ സംഘം ഫയലിൽ സ്വീകരിച്ചു. പുനരന്വേഷണം നടത്തി സഹോദരിയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാണ് ആവശ്യം. കോളേജ് വാർഷിക ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി കാണാതായ പത്മലതയുടെ ശരീരഭാഗങ്ങൾ 56 ദിവസത്തിനു ശേഷം കണ്ടെത്തിയിരുന്നു. CID വിഭാഗം അന്വേഷണം നടത്തിയെങ്കിലും കാര്യമായ പുരോഗതി കൈവരിക്കാനാവാതെ വന്നതോടെ ഫയൽ ക്ലോസ് ചെയ്തു. താരസംഘടനയായ അമ്മയുടെ തലപ്പത്തേക്ക് ഇനി പെൺമുഖങ്ങളാകും. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായും ഉണ്ണി ശിവപാൽ ട്രഷറർ സ്ഥാനത്തേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. ആകെ 504 അംഗങ്ങളാണ് അസോസിയേഷനിലുള്ളത്. പോളിംഗ് ശതമാനത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 504 അംഗങ്ങളുള്ളതിൽ 298 പേർ മാത്രമാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത്. 357 പേരായിരുന്നു കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത്. 70% കഴിഞ്ഞ തവണത്തെ പോളിംഗ്. ഇക്കുറി കടുത്ത മത്സരം നടന്നിട്ടും 12% ഇടിവോടെ 298 പേരാണ് വോട്ട് ചെയ്തത്. 58% ഇത്തവണത്തെ പോളിംഗ്. ശ്വേതാ മേനോനും ദേവനുമാണ് ഇത്തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രനും കുക്കു പരമേശ്വരനും മത്സരിച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തല, നാസർ ലത്തീഫ്, ലക്ഷ്മി പ്രിയ എന്നിവരാണ് മത്സരിച്ചത്. ഉണ്ണി ശിവപാൽ, അനൂപ് ചന്ദ്രൻ എന്നിവർ ട്രഷറർ സ്ഥാനത്തേക്കും മത്സരിച്ചു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഈ സ്ഥാനത്തേക്ക് നേരത്തെ 13 പേർ പത്രിക സമർപ്പിച്ചുവെങ്കിലും അൻസിബ ഒഴികെ മറ്റു 12 പേരും പത്രിക പിൻവലിക്കുകയായിരുന്നു. 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 13 പേരാണ് മത്സരിച്ചത്. ഇതിൽ 4 സീറ്റ് വനിതാ സംവരണമാണ്. 7 ജനറൽ സീറ്റുകളും. കൈലാഷ്, സിജോയ് വർഗീസ്, റോണി ഡേവിഡ്, ടിനി ടോം, സന്തോഷ് കീഴാറ്റൂർ, വിനു മോഹൻ, നന്ദു പൊതുവാൾ, ജോയ് മാത്യു, നീന കുറുപ്പ്, സജിത ബേറ്റി, സരയു മോഹൻ, അഞ്ജവി നായർ എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ചത്. ശ്വേതാ മേനോനെതിരായ പരാതി, കുക്കു പരമേശ്വരനെതിരായ ആരോപണം തുടങ്ങി വിവാദങ്ങൾ കത്തിനിന്ന സമയത്താണ് ഇത്തവണത്തെ അമ്മ തിരഞ്ഞെടുപ്പ് നടന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ കടന്നുപോയ ഒരു തിരഞ്ഞെടുപ്പ് അമ്മയിലുണ്ടായത്. മുതിർന്ന താരങ്ങളെ അടക്കം ഇത്തവണ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തിക്കാനുള്ള വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. താരങ്ങളായ ജനാർദ്ദനൻ, വത്സല മേനോൻ, ശ്രീരാമൻ, മല്ലിക സുകുമാരൻ, കൊല്ലം തുളസി, ഇന്ദ്രൻസ് എന്നിവരും വോട്ട് ചെയ്യാനെത്തി. എല്ലാവരും കൂടിച്ചേർന്ന് മികച്ച ഭരണം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അമ്മ മുൻ പ്രസിഡന്റ് മോഹൻലാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം ശ്വേതാ മേനോനെതിരായ പരാതിയിൽ തനിക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ താൻ അഭിനയം നിർത്തുമെന്നാണ് ബാബുരാജിന്റെ പ്രഖ്യാപനം.
അരിയിൽ ഷുക്കൂർ വധയ്ക്ക് പിന്നാലെ ഉണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ് 13 വർഷമായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന CPM പ്രവർത്തകൻ മരിച്ചു. കണ്ണൂർ അരിയിൽ സ്വദേശി വള്ളേരി മോഹനാണ് മരിച്ചത്. 2012 ഫെബ്രുവരി 21 മോഹനനെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആക്രമിച്ചത്. വീട്ടിൽ നിന്നും പിടിച്ചിറക്കി കൊണ്ടുപോയാണ് മോഹനനെ ആക്രമിച്ചത്. ഏറെക്കാലം ആശുപത്രിയിലായിരുന്ന മോഹനൻ പിന്നീട് അരിയിൽ നിന്നും മാറി മാതമംഗലത്തെ ബന്ധുവീട്ടിലായിരുന്നു താമസം. ചികിത്സയിലൂടെ ആരോഗ്യനില മെച്ചപ്പെട്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഗുരുതരമായി. ഏതാനും ദിവസങ്ങളായി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെ മരണം സംഭവിക്കുകയായിരുന്നു. ഫ്ളാറ്റിലെ കിടപ്പുമുറിയിൽ വനിതാ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആലുവ രാജഗിരി ആശുപത്രിയിലെ സർജിക്കൽ ICUവിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ മീനാക്ഷി വിജയകുമാറാണ് മരിച്ചത്. ഇവർ താമസിക്കുന്ന കുന്നുവഴിയിലെ ഫ്ളാറ്റിലാണ് സംഭവം. ഇവരുടെ കൈത്തണ്ടയിൽ സിറിഞ്ച് കണ്ടതായി പറയുന്നു. ആത്മഹത്യയാണെന്ന് പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെ ആശുപത്രിയിൽ എത്താത്തതിന്റെ തുടർന്ന് ഫോൺ വിളിച്ചെങ്കിലും എടുത്തില്ല. ഫ്ളാറ്റിലുള്ളവർ ശ്രമിച്ചിട്ടും വാതിലും തുറന്നില്ല. ഇതേ തുടർന്ന് വാതിൽ പൊളിച്ചകത്ത് കയറിയപ്പോഴാണ് ഡോക്ടർ കിടത്തുമുറിയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. പെരുമ്പാവൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇവർ ഒറ്റയ്ക്കാണ് ഫ്ളാറ്റിൽ താമസിക്കുന്നത്.